എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇത് ഡഫിൻ്റെ സഫ് എന്ന് പറഞ്ഞ മോഡലാണ്. 6 ലക്ഷം കിലോമീറ്ററായി. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ആക്സിൽ ബ്രേക്ക് പാഡ് ഫസ്റ്റ് ടൈമാണ് അയക്കുന്നത്. 6 ലക്ഷമായിട്ട് ഫസ്റ്റ് ടൈമാണ് അയക്കുന്നത്. ബ്രേക്ക് പാഡ് തീർന്ന് വാണിങ് ക്ലസ്റ്റർ ബോർഡിൽ വാണിങ് ഒന്നുണ്ട്. അപ്പോൾ ഇതിന് സെൻസർ ടച്ച് ചെയ്യുന്നുണ്ട്. ഇതാണ് സെൻസർ ടച്ച് ചെയ്യണം. സെൻസർ ടച്ച് ചെയ്തു. അപ്പോൾ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ആണ്. ഫ്രണ്ട് ആക്സൽ ബ്രേക്ക് പാഡ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ബ്രേക്ക് പാഡ്, സെൻസർ, ഇനി ഇത് മാറ്റുന്ന വീഡിയോ ഇതിനകത്ത് കാണിച്ചു തരാം. ഈ ബോക്സ് ഓപ്പൺ ചെയ്യുക. ബ്രേക്ക് പാഡിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഇത് ബ്രേക്ക് പാഡ് മാറ്റാനുള്ളത് ഡഫിൻ്റെ ജെനുവിൻ പാർട്സ് തന്നെയാണ് ഡഫിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഈ കിറ്റ് ഓപ്പൺ ചെയ്യുക. കിറ്റ് ഓപ്പൺ ചെയ്യുക. അത് കിറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കിട്ടും, എന്താ ഫ്ലവറിൻ്റെ. അപ്പം അതും 10ൻ്റെ സ്പാനർ യൂസ് ചെയ്യാം. ഞാനിത് റാച്ചിറ്റ് ടൈപ്പാണ് എടുത്താണ്. അപ്പോൾ അതെടുത്തിട്ട് ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇതുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ലൂസ്. കാരണം കാലിപ്പർ ഒരുപാട് മൂവ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലേക്ക്. അപ്പോൾ അത് ബാക്കിലേക്ക് ആക്കണം. വേണ്ട, അതുപോലെ കാലിപ്പറിനെ ബാക്കിലേക്ക് ആക്കാം. കാലിപ്പറിൻ്റെ ബുഷ് ഈ കാലിപ്പറിൻ്റെ ഈ ബുഷ് കണ്ട ഗ്യാപ്പ് വന്നേണ്ട. അതുപോലെ ഫുള്ള് ഇവിടെ മുട്ടിക്കണത്. അതെ, ബ്രേക്ക് കാലിപ്പർ പുറകിലേക്ക് മുട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ 2 പിസ്റ്റനും പുറകിലൊന്ന് മുട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് അഴിക്കണം. ഇത് 2 ക്ലിപ്പ് അഴിക്കണം. എന്നിട്ട് ഇവിടുത്തെ പാഡ് വയർ സെൻസറിൻ്റെ കണക്ഷൻ പിടിക്കണം. എൻ്റെ ബ്രേക്ക് പാഡ് ഇങ്ങോട്ട് എടുക്കണം. ഈ ക്ലിപ്പ് അഴിക്കാനായിട്ട് ഒന്നുമില്ലാതെ ഇതാണ് പാഡ് വയർ സെൻസർ വരുന്നത്. ഇതിൻ്റെ സെൻസർ ബ്രേക്ക് പാഡ് തീർന്നുണ്ടെങ്കിൽ അവിടെ അറിയാൻ വേണ്ടി. എന്നിട്ട് ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അഴിക്കുന്ന കാരണമാണ് ഈ സിലിക്കോൺ ഇട്ട് വെച്ചാൽ വേണ്ട. ഇത് കമ്പനി ഇതുവരെ അഴിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ ബ്രേക്ക് ഷൂ അഴിക്കുന്നത്. ഇതെടുക്കുക. ഈ പിന്നെടുക്കുക. ഈ പിന്നിങ്ങോട്ട് എടുക്കുക. പിന്നെ ഈ വാഷർ കളയാം. എടുക്കാൻ സുഖമാണ്. പക്ഷെ എന്താ വെച്ചാൽ മൊബൈൽ പിടിക്കാനാ കാരണം ചെറിയ പണിയുണ്ട് മാത്രം. പിന്നെ ഊരിയെടുത്തു. ഇനിയൊരു വയർ കേബിൾ കട്ടർ എടുത്തിട്ട് ഇതെങ്കിലും കട്ട് ചെയ്യാം വയർ. അത് കഴിഞ്ഞിട്ട് ഇത് ഈ കണക്ഷൻ അങ്ങോട്ട് പിടിക്കുക. ഇവിടെ 2 കേബിൾ ടൈ ഉണ്ട്. 2 കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ കേബിൾ ഇങ്ങനെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങോട്ട് പൊക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ കണക്ഷൻ പിടിക്കണം. ഈ കണക്ഷൻ പിടിക്കുക. 2 കണക്ഷൻ പിടിച്ചു. ഇനി ഇത് ഈ ബ്രേക്ക് പാഡ് ഇതും കൂടെ എടുക്കുക.
അതങ്ങോട്ട് പൊക്കിയെടുക്കുക. കാലിപ്പർ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. രണ്ട് പൊക്കിയെടുക്കുക. അപ്പോൾ ഇത് 6 ലക്ഷം കിലോമീറ്റർ ആയിട്ടും ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ. സെൻസർ ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുള്ളൂ. 6 ലക്ഷം കിലോമീറ്റർ ഓടിയത് തന്നെ അപൂർവമാണ്. ചില ട്രക്കുകൾ മാത്രമേ ഓടാറുള്ളൂ 6 അല്ലെങ്കിൽ 4.5 5 ഓടാറുള്ളൂ. ഇതിപ്പോൾ 6 ലക്ഷം കിലോമീറ്റർ നന്നായിട്ട് ഓടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, ഈ കാലിപ്പർ മൂവ് ചെയ്യണമെന്ന് അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവണ്ടെന്ന് നോക്കണം. അല്ലെങ്കിൽ എന്താ ചെയ്യാൻ ബ്രേക്ക് പാഡ് ഇടും. ബ്രേക്ക് പാഡ് സ്റ്റക്കായിരിക്കും. പിന്നെ ഡിസ്ക് കംപ്ലൈൻ്റ് ആവും. ബ്രേക്ക് ടെസ്റ്റ് ഫെയിലാവും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിന് ഫിക്സ് ചെയ്യുന്ന വീഡിയോ അടുത്ത് വിടാം. ഇത്ര സാധനമാണ് നമ്മൾ ഫിക്സ് ആക്കണേ. ഇത് ബ്രേക്ക് പാഡ്, വയർ സെൻസർ, ഇതതിൻ്റെ പ്ലേറ്റ്, ഇതതിൻ്റെ ലോക്ക് ഇത് ചെയ്യാനുള്ളത്, ഇതതിൻ്റെ വയറിങ് ചെയ്യാനുള്ളത്. ഇനി ഇത്ര സാധനങ്ങൾ മാത്രമാണ് ഈ ബ്രേക്ക് പാഡ് ഫിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ ഡഫിൻ്റെ ഈ വണ്ടിക്ക്. അപ്പോൾ ഇത് ഇനി ഫിക്സ് ചെയ്യുന്ന കാണിച്ചു തരാം. ബ്രേക്ക് പാഡ് രണ്ടും വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് ബ്രേക്ക് പാഡ് സെൻസറിൻ്റെ കണക്ഷനാണ്. അത് രണ്ടും ഇവിടെ ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതും കൂടി കാണിച്ചു തരാം. അപ്പോൾ അത് രണ്ടും വെച്ചു. ഈ സെൻസറിൻ്റെ ഈ കണക്ഷൻ ഇത് രണ്ടും വെച്ചു. ഇനി ബ്രേക്ക് പാഡ് ഇതിനകത്ത് ഇറക്കി വിടാം. ബ്രേക്ക് പാഡ് ഇറക്കി വിടണം. ടൈറ്റൊന്നും പാടില്ല. ഫ്രീ ആയിട്ട് തന്നെ പോകണം. താഴത്തേക്ക് ഫ്രീ ആയിട്ട് തന്നെ പോകണം ബ്രേക്ക് പാഡ്. അപ്പോൾ രണ്ട് ബ്രേക്ക് പാഡായി. ഇനി എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലോക്കാണ്. ഇതിങ്ങനെ വിടാം. അത് കഴിഞ്ഞിട്ട് ഈ ക്ലിപ്പ് ഇട്ടു, ഈ ലോക്ക് ഇട്ടു, ഈ വയറിങ്ങിൻ്റെ ഇത് വിട്ടു. ഇതതിൻ്റെ പ്ലേറ്റ്. ഇത് കാരണം വെച്ചാൽ കേബിളൊന്ന് പൊട്ടിപ്പോണ്ടിരിക്കുക. അപ്പോൾ ഈ പ്ലേറ്റ് ഇങ്ങനെ വയ്ക്കുക. ഇതിപ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒരു പ്രസ് ചെയ്യാം. അതിൻ്റെ ഇനി എല്ലാം അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് കണ്ട ഇതിനകത്ത് കറക്റ്റാക്കി വയ്ക്കുക. ഇവിടെ ലോക്കാക്കി ഇവിടെ അത് കയറ്റി വെച്ചു. ഇപ്പോൾ ഓക്കെ ഉണ്ട്. ഈ ക്ലിപ്പ് അവിടെ നിന്ന് പ്രസ് ചെയ്യുക, ക്ലിപ്പ് ഇടുക. ഇതായി. ഈ സെൻസർ ഇവിടെ കണക്ട് ചെയ്യണം. അപ്പോൾ ഇത് മെയിലുണ്ട്. രണ്ടും ഒരു ഫീമെയിൽ ഒരു മെയിലാണ്. അപ്പോൾ അതിനകത്ത് അത് രണ്ടും കയറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക. പഴയ പോലെ തന്നെ ഇതിങ്ങനെ വെക്കുക. അതുപോലെ തന്നെ പ്രസ് ചെയ്ത് വയ്ക്കുക. ഇത് കേബിൾ ടൈ അടിച്ച് വെച്ചു. ഇതിപ്പോൾ എല്ലാം സെറ്റായി. ഇവിടെ ഇത് ചെയ്തു, ഇങ്ങനെ ചെയ്തു. കാലിപ്പറൊക്കെ മൂവ് ആവുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സെയിം സ്ഥലത്ത് തന്നെ ഈ സോക്കറ്റ് വയ്ക്കുക.
സോക്കറ്റ് വെച്ച് ഫുൾ ടൈറ്റായി ആദ്യം. ബ്രേക്ക് പാഡ് ഫുൾ ടൈറ്റാക്കുക. അത് കഴിഞ്ഞിട്ട് അതേ സോക്കറ്റ് വെച്ചിട്ട് തന്നെ 2 സ്മോൾ സൗണ്ട് കേൾക്കും, ടിക് ടിക്. 1 2. ഫ്രണ്ട് ആക്സൽ ആയതുകൊണ്ട് 2 മതി. ഇത് ഡിഫറെൻറ്റ് ട്രക്കുകൾക്ക് ഡിഫറെൻറ്റ് മോഡലാണ്. ഇതിപ്പോൾ 2 അഡ്ജസ്റ്റ് മതി. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കാലിപ്പർ അഡ്ജസ്റ്റ് ആയില്ലേ. ഇത് അഡ്ജസ്റ്റായി നോക്കുക. പിന്നെ വീല് ജസ്റ്റ് കറക്കി നോക്കുക. വീല് കറക്കി നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇനി ഒരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ. ജസ്റ്റ് വലിയ വീഡിയോ ആയിപ്പോയി. അപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്ന കാരണമാണ്. അപ്പോൾ ഇനി വീഡിയോയുമായി കാണാം. ബൈ.